ഇത് നേരെ പോയി ക്യാൻസർ സെല്ലിനെ ഡോക്ക് ചെയ്യുന്നു. ഡോക്ക് ചെയ്ത ശേഷം ടി സെൽസിൻ്റെ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ താണ്ഡവമാണ്. എന്ന് വെച്ചാൽ അതിങ്ങനെ നശിപ്പിക്കും. അപ്പോൾ അത് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കും. യൂണിവേഴ്സലി ആക്സസ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആക്കി ഇതിനെ മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമസ്കാരം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മേഖലയിൽ അമൃത ഹോസ്പിറ്റൽ പുതിയൊരു ചുവടുവയ്പ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കാർ ടി സെൽ ചികിത്സയാണ് ഇപ്പോൾ അവർ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്കൊപ്പം ഹെമറ്റോളജി ഹെഡ് ഡോക്ടർ നീരജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന കോശങ്ങളാണ് ടി ലിംഫോസൈറ്റ്സ്. ആ ടി ലിംഫോസൈറ്റ്സ് ക്യാൻസറുള്ള അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറുള്ള ഒരു രോഗിക്ക് അത് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ആവുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ബ്ലഡ് ക്യാൻസർ നശിക്കാതെ അത് കൂടി വരുന്നത്. അപ്പോൾ കാർ ടി സെൽ തെറാപ്പിയിൽ ചെയ്യുന്നത് നമ്മൾ ഈ ടി സെൽസ് രോഗിയുടെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്ത്, അത് ബ്ലഡിൽ നിന്നും ടി സെൽസ് വേർതിരിച്ചെടുത്ത് അതിനെ ഒരു സെൽ ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയും. അപ്പം അത് ചെയ്തിട്ട് അതിനകത്ത് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആയുധങ്ങൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത് ടി സെൽസിലേക്ക്. അപ്പോൾ അങ്ങനെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ആ ടി സെൽസിനെ പിന്നെ ലാബിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നല്ല നമ്പർ ഉണ്ടാക്കുന്നു, ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഇനഫ് നമ്പേഴ്സ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് തിരിച്ച് അതേ രോഗിക്ക് തന്നെ ബ്ലഡിലൂടെ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സെൽസ് ആ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്ന പ്രത്യേക ആൻറ്റിജൻ ഉണ്ടാവും, ആ ക്യാൻസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതുമായി ഡോക്ക് ചെയ്യുന്ന ഒരു വെപ്പണാണ് ഇതിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് നേരെ പോയി ക്യാൻസർ സെല്ലിനെ ഡോക്ക് ചെയ്യുന്നു. ഡോക്ക് ചെയ്ത ശേഷം ടി സെൽസിൻ്റെ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ താണ്ഡവമാണ്. എന്ന് വെച്ചാൽ അതിങ്ങനെ നശിപ്പിക്കും. അപ്പോൾ അത് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കും. അത് കഴിഞ്ഞാൽ ആ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അതുപയോഗിച്ച് അതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. ഈ കാർ ടി സെല്ലിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അതാണ്. കാർ ടി സെല്ല് ഇപ്പം ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് ഇരട്ടിക്കുമോ? കൂടുതൽ കാർ ടി സെല്ലുകൾ ഉണ്ടാവും? കാർ ടി സെൽസ് നമ്മൾ ടി സെൽസ് പ്രോലിഫറേഷൻ നടക്കുന്നതുണ്ട്. നമ്മളിപ്പോൾ കാർ ടി സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിൽ തന്നെ കാർ ടി സെല്ല് പ്രോലിഫറേറ്റ് ചെയ്യുന്നുണ്ട്. ചിലരിൽ അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും, കുറേ നാളത്തേക്ക് നിൽക്കും. ചിലരിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നില്ല. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ എഫക്റ്റ്, എത്ര ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് അറിയുന്നത്. ഇതിന് എന്തെങ്കിലും എക്സ്ട്രാ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം വേറെ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ പറഞ്ഞ പോലെ അത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കാർ ടി സെല്ല് കൊടുത്ത് അത് ആ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നു. പിന്നെ ഒരു മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് ലുക്കീമിയയിൽ കൊടുക്കുന്നുണ്ട്, ചെറിയ കുറച്ച് ടാബ്ലറ്റ്സ് മെഡിസിൻസ്. അത് പലപ്പോഴും കാർ ടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്, മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ്. മുമ്പുള്ള പുതിയ ട്രീറ്റ്മെൻ്റ് അല്ല, പഴയ ട്രീറ്റ്മെൻറ്റ് ഇതിന് ശേഷം തുടർന്ന് പോകുന്നുണ്ട്. ഇത് എത്ര ദിവസത്തോളം എടുക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പേഷ്യൻറ്റ്? കുറച്ച് പ്ലാനിങ് ആവശ്യമുണ്ട്. അതായത് നമുക്കൊരു പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു കളക്ട് ചെയ്യുന്ന സ്ലോട്ട് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. ആ സ്ലോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലോട്ട് അതിൽ സെല്ലെടുക്കണം. അപ്പം സെല്ലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ആഴ്ചയോളം എടുക്കും. 2 തൊട്ട് 3 ആഴ്ച എടുക്കും സെല്ല് തിരിച്ച് കിട്ടാൻ. ലാബിൽ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് കിട്ടാൻ അത്രയും ഗ്യാപ്പ് എടുക്കും. ഏത് ലാബിലേക്കാണ് അയക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ IIT ബോംബെയിൽ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ക്ലിനിക്കൽ ട്രയൽസൊക്കെ നടത്തിയത് ഒരു ഇമ്മ്യൂണോ ആക്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇതാണ്. അപ്പോൾ അവരാണിപ്പോൾ ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ബോംബെയിലുള്ള ലാബിലാണ് അയച്ചിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരാനുള്ളൊരു താമസമുണ്ട്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അതിനാണ് പിന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് ഇടയിൽ ഇപ്പം കാർ ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അത് തിരിച്ചു വന്ന ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എല്ലാ ട്രീറ്റ്മെൻറ്റിനെ പോലെയും കാർ ടിക്കും പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പം നമ്മൾ ഇപ്പം അതിൻ്റെ ടെക്നോളജി അനുസരിച്ച് ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പം ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ഓവർ സ്റ്റിമുലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പം പനിയും അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ വേറെ യുണീക്കായിട്ടൊരു ഇപ്പോൾ CRS എന്ന് പറയും, സൈറ്റോകൈൻ റിലീസ് ഉണ്ട്. അതൊരു പ്രത്യേക കാർ ടിക്ക് കാണുന്ന ഒരു സൈഡ് എഫക്റ്റാണ്. പിന്നെ ഉള്ളത് ന്യൂറോളജിക്കൽ സിൻഡ്രോം ഐക്യാൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ പിന്നെ കൗണ്ട്സ് കുറയണത്, ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ പക്ഷേ ഈ കൗണ്ട്സ് കുറയണ ഇൻഫെക്ഷൻ വരുന്നതും നമ്മൾ സാധാരണ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ ഒത്തിരി കൂടുതൽ കാണുന്നതാണ്. അത്രയും നമ്മൾ കാർ ടിയിൽ കാണുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ജനറലി ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ലിറ്ററേച്ചർ നോക്കുമ്പോൾ നമ്മൾ
ട്രീറ്റ് ചെയ്ത കുറച്ച് പേഷ്യൻസിനെ നോക്കുമ്പോഴും അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ സൈറ്റോകൈൻ റിലീസും ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസും പൊതുവേ നോക്കുവാണെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി, ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത പേഷ്യൻസിനൊന്നും കണ്ടിട്ടില്ല. സൈറ്റോകൈൻ റിലീസ് ഒരു ഫസ്റ്റ് ഗ്രേഡ് റിയാക്ഷനേ വന്നിട്ടുള്ളൂ മിക്ക പേഷ്യൻസിനും. അത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ ഏർലി സ്റ്റേജാണ്, 3 പേരെ ചികിത്സ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക്. പിന്നെ ഇന്ത്യയിൽ കുറച്ചും കൂടി ആൾക്കാരുടെ ചികിത്സ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകും? ചികിത്സ നല്ല എക്സ്പീരിയൻസാണ് സോ ഫാർ ഗുഡ്. കാരണം പേഷ്യൻസിനെ നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെയൊക്കെ അപേക്ഷിച്ച് അവർ വെൽ ടോളറേറ്റിംഗ്, അവർ കുറച്ചുകൂടിയും ബെറ്റർ ടോളറേറ്റഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ അതിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ കുറച്ചുകൂടിയും കൂടുതൽ സമയം എടുക്കുമായിരിക്കും, പക്ഷേ പ്രോമിസിങ് ആണ്. എത്രത്തോളം കോസ്റ്റ് വരും? ഇപ്പോൾ കോസ്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ അറൗണ്ട് 50 lakhs ആണ് അതിൻ്റെ കോസ്റ്റ്, ഇപ്പോഴത്തെ ഈ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. അത് കുറയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ 50 lakhsലും പല ആൾക്കാർക്കും ആക്സസ് ഉണ്ടാവില്ല ട്രീറ്റ്മെൻറ്റിന്, പലർക്കും ആക്സസ് കിട്ടത്തില്ല. പക്ഷേ ഒരു യൂണിവേഴ്സലി ആക്സസ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആക്കി ഇതിനെ മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു മുംബൈയിലെ ലാബിലേക്ക് അയക്കുമ്പോഴാണ് ഇത്രയും കോസ്റ്റ് കൂടുന്നത്. അതെ. അപ്പോൾ അതിന് പല മാർഗ്ഗങ്ങൾ. ഇപ്പോൾ മുംബൈയിലല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും കുറയില്ല. പക്ഷേ ഇനിയും വീണ്ടും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റണം. ഒരു ആക്സസ് എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വന്നാലേ ശരിയാവുള്ളൂ. അത് പറ്റും തോന്നുന്നു. പല പുതിയ ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴും നമ്മളത് നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം പുതിയ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ എപ്പോഴും എക്സ്പെൻസ് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പർട്ടിക്കുലർലി ഇന്ത്യയിൽ കോസ്റ്റ് റെഡ്യൂസ് ആവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ കുറഞ്ഞ ഒന്ന് ആക്സസ് ടു കെയർ ഇമ്പ്രൂവ് ചെയ്യുകയും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പോയിൻ്റ് ഓഫ് കെയർ നമ്മൾ ഇൻ ഹൗസ് മാനുഫാക്ചർ ചെയ്യുകയും അങ്ങനെ പല രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ റിസർച്ച് നടത്തുന്നുണ്ടോ? ഉണ്ട്. സക്സസ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറയും വിചാരിക്കുന്നു. അപ്പം ഈ പേഷ്യൻസിനൊക്കെ കൊടുക്കാവുന്നൊരു ഉറപ്പ് എന്താണ് അമൃതയുടെ? നമുക്ക് നമ്മളിപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഉറപ്പ് ഇസ് എ വെരി ബിഗ് സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഒരു ഹോപ്പായിരിക്കും റൈറ്റ് വേർഡ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെപ്പോഴും നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു കാർഡിയോളജി ഫീൽഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90-95% ആൾക്കാർക്കും നമുക്ക് അസുഖം മാറും ഇപ്പോഴത്തെ ടെക്നോളജി പ്രകാരം. ക്യാൻസറിൽ അങ്ങനെ ആയിട്ടില്ല. അതിലേക്കുള്ള ഒരു വലിയ ചവിട്ടുപടി ആയിരിക്കും ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും നമുക്ക് ഇപ്പോൾ കാണുന്നത്. ഇത് കുറച്ചുകൂടിയും റിഫൈൻഡ് ആയിട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ക്യാൻസേഴ്സിന് ഇപ്പോൾ ബ്ലഡ് ക്യാൻസേഴ്സിൽ കുറച്ചൊരു വിഭാഗത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഭാവിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ മറ്റ് ക്യാൻസറുകൾക്കൊക്കെ എഫക്റ്റീവായിട്ട് വരണം. അതാണ് എൻ്റെ ഒരു ഹോപ്പ്. എല്ലാത്തിനും കൂടി എഫക്റ്റീവായിട്ട് വരേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണിത്. എന്തായാലും ഡോക്ടർ നീരജിൻ്റെ ആ ഒരു ടീം ഇനിയും കൂടുതൽ റിസർച്ചൊക്കെ നടത്തിയിട്ട് ഇത് സാധാരണക്കാർക്കും കൂടി പറ്റുന്ന ഒരു തുകയിലേക്ക് എത്തട്ടെ, ചികിത്സാ തുകയിലേക്ക് എത്തട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു മാറ്റമാണ്. ആ മാറ്റം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന് ഒരു അനുഗ്രഹമായി മാറും. കൊച്ചിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.